വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി റെസിപ്പി ആയിട്ടാണ്. നല്ല കോഴിക്കോടൻ സ്റ്റൈൽ ദം ബിരിയാണി എങ്ങനെ കുക്കറിൽ ചെയ്യാമെന്നാണ് ഇന്നത്തെ റെസിപ്പി. ഈസി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. മുന്നേ ഞാൻ കുക്കറിൽ ചിക്കൻ മന്തി ഉണ്ടാക്കുന്നൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞു. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പം വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് ചെയ്ത് വയ്ക്കുക. മലബാർ സ്റ്റൈലിൽ ദം ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ളത് ജീരകശാല അരിയാണ്. കൈമ, വയനാടൻ കൈമ എന്നൊക്കെ പറഞ്ഞു വരുന്ന അതേ അരിയാണ്. ഇത് വളരെ ചെറിയ അരിയായിരിക്കും. ഞാനിപ്പം 3 കപ്പ് ജീരകശാല അളന്നെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കുന്ന ഒരു കപ്പിലാണ് അളന്നെടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് കഴുകണം, ഒരു 3-4 തവണ കഴുകുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ ഇതുപോലെ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക. അപ്പോൾ അരി നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. ഞാനിപ്പം 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അലൂമിനിയം കുക്കറാണ്. സ്റ്റീൽ കുക്കറാണെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് അലൂമിനിയം കുക്കർ ഉപയോഗിക്കുക. ആദ്യം തന്നെ ഞാൻ 3 വലിയ ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞത് ഇടുന്നുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് എടുത്തത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി വേണം. ഞാനിപ്പോൾ ഒരു 8 പച്ചമുളകും ഒരു 5 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 2 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഇഞ്ചിയും, ഇത് 3ഉം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ വേണ്ടത് മല്ലിയിലയും പുതിനയിലയാണ്. ഞാനിപ്പം കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് ദം ഇടുന്ന സമയത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. കുരു ഇല്ലാതെ വേണം ചേർക്കാനായിട്ട്. പിന്നെ ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂണ് തൈര് കൂടെ ചേർക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ തൈര് ചേർത്ത് കഴിഞ്ഞാൽ ചിക്കന് നല്ല മയം കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഏകദേശം 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. കാരണം ചിക്കനിലൊക്കെ പിടിക്കാനുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് മുഴുവൻ മഞ്ഞ കളറായി പോവും. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല, അതായത് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർക്ക് അത് നോക്കിയിട്ട് ഉണ്ടാക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് നെയ്യ്, പശുവിൻ നെയ്യാണ് ചേർക്കേണ്ടത്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ട് എല്ലാം ഒരു കുഴമ്പ് പരുവത്തിലായി കിട്ടും. അപ്പോൾ കൈ തന്നെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ബിരിയാണീൻ്റെ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഊറ്റിയെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇത് 4 പേർക്ക് നന്നായിട്ട് കഴിക്കാനുണ്ടാവും. ആ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഈ ഒരു ബിരിയാണി ചെയ്യുന്നത്. ഇനി നമുക്ക് വാഷ് ചെയ്ത് ഊറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഈ ഒരു കുക്കറിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാം. ഈ മസാലയും ഉള്ളിയൊക്കെ ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ആ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് വേവിക്കാൻ വെക്കണം. അപ്പം ഇത് വേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഒരു വിസിൽ വരുന്ന ആ ഒരു സമയം വരെ വേവിച്ചാൽ മതി. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ കുക്കർ ഓഫ് ചെയ്യുക. അതിനുശേഷം കുക്കർ അപ്പം തന്നെ തുറക്കാൻ പാടില്ല, അതിൽ നിന്ന് ആവിയും പോക്കാൻ പാടില്ല. അതങ്ങനെ തന്നെ വയ്ക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കാം. ചോറിലേക്കായിട്ട് ഞാൻ 2 പീസ് കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്, 5-6 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്, 3 ഏലക്കായും പിന്നെ 2 വഴനയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള നന്നായിട്ട് നേരിയതായിട്ട് അരിഞ്ഞിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. 10-12 അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. നോൺ സ്റ്റിക്ക് പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല, അലുമിനിയം പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്. അത് ചേർത്ത് ചൂടായാൽ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ആ ഒരു ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ
അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കിസ്മിസും കൂടെ ഇട്ടിട്ട് അതും ഒന്ന് ചൂടായി ഒന്ന് വീർത്ത് വരുന്ന ആ ഒരു സമയം വരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഒരുപാട് നേരം വെക്കരുത്, ഹൈ ഫ്ലെയിമിലും വെക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗത്ത് തന്നെ കോരിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ, ഒരു ഉള്ളി നേരത്തെ നേരിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഇതും നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയിട്ട് ബ്രൗൺ കളർ ആക്കിയിട്ട് എടുക്കണം. നമ്മളെ നാട്ടിലൊക്കെ ഇതിന് ഉള്ളി പൊരിച്ചെടുക്കുക എന്ന് തന്നെയാണ് പറയുക. പക്ഷെ ഒരുപാട് എണ്ണയും ഓയിലൊന്നും നമ്മൾ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. വളരെ കുറച്ച് നെയ്യും ഓയിലൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ അതാ ഉള്ളി ഏകദേശം ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ എടുക്കുക. നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ കറുപ്പ് കളറാവും. അപ്പം ഇങ്ങനെ ബ്രൗൺ ആയി തുടങ്ങുന്ന സമയത്ത് തന്നെ ഉള്ളി കോരിയെടുക്കുക. എന്നിട്ട് ഇതേ എണ്ണയിലേക്ക് തന്നെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്തൊക്കെ ഞാൻ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. സ്പൈസസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൈസ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നതാണ് കണക്ക്. നമ്മളിപ്പോൾ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. കാരണം 5 ലിറ്റർ കുക്കറിൽ 3 കപ്പ് അരിയും ഈ 750 ഗ്രാം ചിക്കനും നല്ല പാകത്തിനുണ്ടാവും. അപ്പം അതിലേക്ക് ഞാൻ 4.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. ഇങ്ങനെ ചൂടുള്ള വെള്ളം ഒഴിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് നമ്മുടെ റൈസൊക്കെ കുക്കായിട്ട് വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാം. പക്ഷേ പച്ചവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ആ വെള്ളം തിളച്ചിട്ട് വരണം. ചൂടുവെള്ളം റെഡിക്കുള്ളവർ 4.5 കപ്പ് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും കുറച്ചധികം വേണം. കാരണം റൈസിൽ പിടിക്കാനുള്ള പാകത്തിലുള്ള ഉപ്പ് നമ്മളിടണം. ഞാനിപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിയൊക്കെ വേറിട്ട് നിൽക്കാനായിട്ടാണ്. ഈ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം. അതിനുശേഷം നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ അരി എടുത്തിട്ട് ഇതുപോലെയുള്ള ഒരു ഊറ്റുപാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ എക്സ്ട്രാ വെള്ളം ഒന്നുമില്ല. 15 മിനിറ്റ് മാത്രം വെള്ളത്തിൽ കുതിർത്താൽ മതി. അത് കഴിഞ്ഞാൽ എടുത്തിട്ട് കോരി വയ്ക്കുക. ആ ഒരു അരിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. അരി ഇങ്ങനെ മുകൾ ഭാഗത്ത് കാണുന്ന രീതി ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആക്കിയിട്ട് വെക്കുക. ഈ സമയത്ത് ഒരു മൂടി ഉപയോഗിച്ചിട്ട് നമ്മുടെ പാത്രം അടച്ച് വെക്കണം. മുകളിലുള്ള വെള്ളം മാറിയിട്ട് അരിയാവുന്ന സമയത്താണ് ഇങ്ങനെ ചെയ്യേണ്ടത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്കാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ചോറായിട്ട് കാണാൻ പറ്റും. ഇതിപ്പം ഫുള്ളായിട്ട് കുക്കായിട്ടില്ല, ഒരു 75% വെന്തിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് ഞാൻ കുക്കർ തുറക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളം ഉണ്ട്. അതായത് ചിക്കനിൽ നിന്നും ഉള്ളിൽ നിന്നൊക്കെ എക്സ്ട്രാ ആയിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല. നമുക്കിതിൽ നിന്ന് കുറച്ച് വെള്ളം കോരി വയ്ക്കാം. ഞാനിപ്പം ഒരു വലിയ 3 കോരിയോളം കോരി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചോറില്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ചൂടോടുകൂടി അപ്പം തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആദ്യം ചോറ് റെഡിയാക്കി വെച്ചിട്ട് ഡ്രൈ ആയി പോവരുത്. ആ ചൂടോടുകൂടി പാത്രത്തിൽ നിന്ന് തന്നെ ഇതിലേക്ക് കോരിയിട്ട് ഇടുക. മുഴുവൻ ചോറ് ഇതിൻ്റെ മുകളിലിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മല്ലി പുതിന അരിഞ്ഞതും അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തതെന്ന് കുറച്ചും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് ഞാൻ ഡെക്കറേഷന് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉള്ളി വറുത്ത് വെച്ചതും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാലയുടെ വെള്ളമില്ലേ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനും ഒഴിക്കേണ്ട, അപ്പം വെള്ളം കൂടുതലായി പോവും. 1 ടീസ്പൂണ് നല്ല നെയ്യും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വയ്ക്കുക. അതിനുശേഷം ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ആക്കിയിട്ട് വയ്ക്കുക. 2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തീ നല്ലോണം ചെറുതാക്കിയിട്ട് നമ്മുടെ നോബ് മേലോട്ടേക്ക് ആക്കിയിട്ട് വയ്ക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്കർ തുറന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് നേരം കുക്കർ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരു 15 മിനിറ്റൊക്കെ നിങ്ങൾ അടച്ചു വെച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾ കുക്കർ തുറന്നിട്ട് ഇതിനെ വേറെ പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ കാണാൻ പറ്റും നല്ല എന്താ പറയുക, ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മസാലയും നല്ല ഫ്ലേവർഫുള്ളാണ്, അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല.
നമ്മളെ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു ദം ബിരിയാണീൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് ഇതുണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആ ഒരു സ്റ്റൈലിൽ തന്നെ ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റൈസ് നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ കുക്കറിൽ ചെയ്യുന്നതിനെ കൊണ്ട്. ഇപ്പോൾ കല്യാണ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചോറ് ഒരുമിച്ച് ചെയ്യുന്നതിനെ കൊണ്ട് അത് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ വേറെ സെപ്പറേറ്റ് പാത്രത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കരുത്. ഇതുപോലെ കുമിച്ച് വിളമ്പിയതിന് ശേഷം ഞാനൊരു തവിയുടെ പുറം ഭാഗം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഉള്ളിയും വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ റമദാൻ ടൈമൊക്കെ ആണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.